ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി വീണ്ടും തമിഴിൽ. മമ്മൂട്ടി ഇക്കുറി ധനുഷും ഒന്നിച്ചുള്ള ചിത്രത്തിലാണ്. ധനുഷിൻ്റെ 55ാമത്തെ ചിത്രം D55ലേക്ക് മമ്മൂട്ടിയും എത്തുന്നു എന്നുള്ള വാർത്തകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വമ്പൻ ചിത്രമായി ഒരുങ്ങുന്ന ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിക്ക് പുറമെ ധനുഷും ഒപ്പം സായ് പല്ലവിയുമൊക്കെയാണ് പ്രധാന കഥാപാത്രമായി എത്താൻ പോകുന്നത്. ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ പ്രതിഫലം ഗംഭീരം, അല്ലെങ്കിൽ ഒരു മലയാളി നടന് കിട്ടുന്നതിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം എന്നുള്ള വാർത്തകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നു. 24 കോടിയോളമാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിശ്വസനീയമായ അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. വേറെ ഒന്നുമല്ല, നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സിനിമയുടെ പോസ്റ്റ് തിയേറ്ററിക്കൽ ഡിജിറ്റൽ സ്ട്രീമിംഗ് റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ ഒരു സിനിമ രാജ്കുമാർ പെരിയസ്വാമി, അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമരൻ്റെ ഡയറക്ടറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് വണ്ടർ ബാർ ഫിലിംസും ആൻഡ് ഹിന്ദി പ്രൊഡക്ഷൻ എത്തിയിരിക്കുന്ന ഹൗസ് ആർട്ട് ടേക്ക് സ്റ്റുഡിയോ ആണ്. സായ് പല്ലവി ഒരു മെയിനായിട്ടുള്ള കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടി പ്രോമിനൻറ്റ് റോള് എത്തുന്നു എന്നുള്ളതുമാണ് ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണേലും ഇത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അതേപോലെ തന്നെ മമ്മൂട്ടി മാർച്ച് ഷെഡ്യൂളിലേക്ക്, അല്ലെങ്കിൽ മാർച്ചിൽ ഈ ഒരു സിനിമയുടെ ഷെഡ്യൂളിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണേലും മികച്ച ഒരു സിനിമയാകട്ടെ. നമുക്കറിയാം, ഇതിനു മുമ്പും മമ്മൂട്ടി പലപ്പോഴായി തമിഴിൽ, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ 20ന് മുകളിലുള്ള ചിത്രങ്ങൾ തമിഴിൽ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ചിത്രങ്ങളും വമ്പൻ വിജയങ്ങളാണ്. തമിഴ് ഓഡിയൻസിന് പ്രത്യേക, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പ്രത്യേക ഒരു മാർക്കറ്റുണ്ട് തമിഴിലെന്നുള്ളതിന് ഉറപ്പുമാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, രജനീകാന്തിനെ പോലെയുള്ള വമ്പൻ താരങ്ങൾക്കൊപ്പം മമ്മൂട്ടിയുടെ ചെറിയ സിനിമകൾ അവിടെ റിലീസ് ചെയ്തിട്ട് ഒപ്പം നിൽക്കുകയും വമ്പൻ വിജയം നേടുന്നതുമൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പലപ്പോഴായി, അല്ലെങ്കിൽ ഒരു ദേശീയ അവാർഡിൻ്റെ പടിവാതിക്കൽ വരെ എത്തിച്ച പേരൻപും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഏറെയും തമിഴ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതും മമ്മൂട്ടിയോട് സ്ഥിരമായി തമിഴിൽ സിനിമ ചെയ്യാനുമാണ്. എന്തായാലും ഇതൊരു വമ്പൻ മൂവ്മെൻറ്റാണ്. 2026 പല അപ്ഡേറ്റുകളും മമ്മൂട്ടി സിനിമകളെക്കുറിച്ച് വരുന്നുണ്ട്. ഇതിനോടകം തന്നെ മലയാളത്തിൽ 6ഓളം ചിത്രങ്ങൾ നമ്മൾ കണ്ടു, അനൗൺസ്മെൻറ്റ് നടന്നിരിക്കുന്നത്. അതിൽ തന്നെ 2 ക്യാമിയോ റോളുകൾ ഉണ്ടായിരുന്നു. അത് 2ഉം മമ്മൂട്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം വമ്പൻ ചിത്രങ്ങളും ഒപ്പം ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളതും ഇപ്പോൾ തമിഴിലേക്ക് ചേക്കേറുമ്പോൾ ആ രീതിയിലേക്കുള്ള സിനിമകളുമായി മമ്മൂട്ടി അഴിഞ്ഞാടുമെന്നുള്ളതിന് സംശയങ്ങൾ ഒന്നുമില്ല. എന്തായാലും ഒരു വമ്പൻ നീക്കം തന്നെയാണ്. ഏറെ നാളിന് മുമ്പ് മലയാളിക്ക് പ്രതീക്ഷിക്കാൻ നല്ല ചിത്രങ്ങളുടെ പട്ടികയിൽ ഒരു ചിത്രം കൂടി ആകുന്നു എന്നുള്ളതാണ്. വീഡിയോസ് ഇഷ്ടമായിരുന്നു സപ്പോർട്ട് ചെയ്ത് തരാം. കാത്തിരിക്കുന്നവരാരൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻസും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.